എന്നോട് സിമ്പതി കാണിച്ചതിൻ്റെ, എന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി സഹായിച്ചതിൻ്റെ പേരിലാണ് ആ വൈദ്യരെ ഇത്രത്തോളം ക്രൂശിക്കുന്നത്. ആ വൈദ്യരെ ഇനി ചെയ്യാനായിട്ടൊന്നും ബാക്കിയില്ല. ഉള്ള അധികാരവും പണവും എല്ലാം ഉപയോഗിച്ചിട്ട് എല്ലാ കള്ളക്കേസുകളും, കേസുകളായിട്ട് അത് എടുക്കാൻ പോലും പറ്റില്ല, പരാതികളും എല്ലാം മാനിപ്പുലേറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഒരേ ഒരു കാര്യം, എന്നെ മനസ്സിലാക്കിയതിന്, എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിലും പിന്നെ അദ്ദേഹം ഒരു മുസ്ലിം ആയതിൻ്റെ പേരിലും മാത്രമാണ് മനസ്സിൽ ഇത്രയേറെ വർഗീയത കൊണ്ട് നടക്കുന്ന ഒരാളാണ്. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഏട്ടനും എൻ്റെ മകനടക്കമുള്ള ആൾക്കാർ പത്രസമ്മേളനത്തിന് പോയിട്ടാണ് ഉള്ളത്. ഞാൻ എൻ്റെ അവസ്ഥ പുറം ലോകം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ, കാരണം എനിക്ക് ഇവിടെ നിന്ന് ഒരു മനുഷ്യരോട് സംസാരിക്കാനോ എൻ്റെ കാര്യങ്ങൾ പറയാനോ അറിയാനോ അത് അറിയാനുള്ള സാഹചര്യം പോലും ഉണ്ടാക്കാത്തതിൻ്റെ പേരിലാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ എനിക്ക് പുറം ലോകത്തേക്ക് എത്തിക്കേണ്ടി വന്നത്, ഒരാളെങ്കിലും ഒരാൾ അറിയണം എന്നുള്ളത് കൊണ്ട്. പക്ഷേ പത്രസമ്മേളനത്തിന് പോലും എൻ്റെ വോയിസ് കേൾക്കരുത്, സത്യവും കള്ളവും തിരിച്ചറിയരുത് എന്നുള്ള പേരിൽ എന്നെപ്പോലും ഇവിടെ അടച്ചിട്ടിട്ടാണ് പോയേക്കുന്നത്. അതും എന്നെക്കുറിച്ച് എൻ്റെ മോനോട് പോലും സ്ക്രിപ്റ്റഡായിട്ട് എല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് എല്ലാവരും നല്ലപോലെ ട്രെയിൻ ചെയ്തിട്ടാണ് പോയത്. ചിരിക്കണോ കരയണോ എന്നറിയില്ല. എൻ്റെ ശബ്ദം പുറത്തെത്താൻ വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ ഞാൻ ചെയ്തത്, സഫർ ചെയ്തത്. എന്നിട്ട് ആ ശബ്ദം പോലും ഇപ്പോഴും അവർ പുറത്ത് എത്തിക്കാനല്ല നോക്കുന്നത്. എന്നോട് സിമ്പതി കാണിച്ചതിൻ്റെ, എന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി സഹായിച്ചതിൻ്റെ പേരിലാണ് ആ വൈദ്യരെ ഇത്രത്തോളം ക്രൂശിക്കുന്നത്. ആ വൈദ്യരെ ഇനി ചെയ്യാനായിട്ടൊന്നും ബാക്കിയില്ല. ഉള്ള അധികാരവും പണവും എല്ലാം ഉപയോഗിച്ചിട്ട് എല്ലാ കള്ളക്കേസുകളും, കേസുകളായിട്ട് അത് എടുക്കാൻ പോലും പറ്റില്ല, പരാതികളും എല്ലാം മാനിപ്പുലേറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഒരേ ഒരു കാര്യം, എന്നെ മനസ്സിലാക്കിയതിന്, എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിലും പിന്നെ അദ്ദേഹം ഒരു മുസ്ലിം ആയതിൻ്റെ പേരിലും മാത്രമാണ് മനസ്സിൽ ഇത്രയേറെ വർഗീയത കൊണ്ട് നടക്കുന്ന ഒരാളാണ്. ഒറ്റൊരു കാര്യം ഞാൻ പറയാനുള്ളൂ, കാരണം ഇത്രയൊക്കെ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ആ ആരോപണങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്ന് തന്നെ എല്ലാവർക്കും അറിയാനുള്ളൊരു സാഹചര്യം. അപ്പോൾ പത്രസമ്മേളനത്തിൽ എന്നെയും കൂടെ അല്ലേ കൊണ്ടുപോകേണ്ടത്? അവർ പറയുന്ന ആരോപണങ്ങൾ എന്തെന്നാണെന്നുള്ളത് എനിക്കും കൂടെ ഒന്ന് എല്ലാവരെയും മുമ്പിൽ എത്തിക്കാമല്ലോ. ഏതാണ് സത്യമെന്ന് ഏതാണ് തെറ്റെന്ന് അറിയട്ടെ. അതുമാത്രമല്ല, ഒന്ന് ഈ പറഞ്ഞ ആരോപണങ്ങളിലൂടെയും അവർ പറയുന്ന കാര്യങ്ങളിലൂടെയും ഒരു സത്യസന്ധമായ അന്വേഷണം വരട്ടെ. എന്താണ് ശരിയെന്നും എന്താണ് തെറ്റെന്നും മനസ്സിലാവും. ആരും പറയണത് കേട്ടിട്ട് ഒന്നും ചെയ്യരുത്. ഒന്ന് സത്യസന്ധമായി ഒരു അന്വേഷണം വരണം. അദ്ദേഹത്തിനെക്കുറിച്ച് എന്തൊക്കെ പറയുന്നുണ്ടോ അതിനെക്കുറിച്ചൊക്കെ ശരിയായ രീതിയിൽ അന്വേഷിക്കട്ടെ. എല്ലാം മനസ്സിലാവും, എല്ലാവർക്കും എല്ലാത്തിനും എല്ലാം ഉണ്ട്. ഒരു ഭാഗം മാത്രം കേൾപ്പിക്കാനാണ് ഇപ്പോഴും എൻ്റെ അച്ഛൻ, എൻ്റെ വീട്ടുകാരും കുടുംബസമേതം പത്രസമ്മേളനത്തിന് പോയത്. എൻ്റെ ശബ്ദം അവിടെ പോലും കേൾക്കരുത്. എന്നെ ഒന്ന് സഹായിച്ചതിൻ്റെ പേരിൽ, എനിക്ക് വേണ്ടി സ്റ്റാൻഡ് എടുത്ത് നിന്നതിൻ്റെ പേരിൽ ഇനി ആ പാവം വൈദ്യരെ ചെയ്യാനായിട്ടൊന്നും ബാക്കിയില്ല. അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒന്ന് അന്വേഷിച്ചൂടെ? ഈ പറയുന്നതിലെല്ലാം എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ഒന്ന് അന്വേഷിച്ചൂടെ?